മുനമ്പത്തേക്കാണ് പോകുന്നത്. മുനമ്പം സമരം കടുപ്പിക്കാൻ ഒരുങ്ങുകയാണ് സമരസമിതി. 450-ാം ദിനത്തോടെ കേരളമൊട്ടാകെയുള്ള പ്രമുഖരെ അണിനിരത്തി ഒരു സമര പരമ്പര ഒരുക്കാനാണ് നീക്കം. നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി സംസ്ഥാന സർക്കാരിന്റെയും UDF-ന്റെയും ഇരട്ടത്താപ്പ് തുറന്നുകാട്ടും വിധമുള്ള പ്രചാരണമാണ് നടത്തുക. വിവരങ്ങൾ നൽകാൻ മിഥുൻ പിള്ള ചേരുന്നുണ്ട്. മിഥുൻ, 450-ാം ദിവസവും തങ്ങളുടെ പോരാട്ടം തുടരുകയാണ് അവർ. ഏതൊക്കെ പ്രമുഖരെ ആയിരിക്കും അണിനിരത്തുക? ഒപ്പം ഈ ഇരട്ടത്താപ്പ് UDF-ന്റെയും CPM-ന്റെയും ഇരട്ടത്താപ്പ് കൂടി തുറന്നു കാട്ടും വിധത്തിലുള്ള ഒരു സമര പരമ്പര തന്നെയായിരിക്കില്ലേ ഇത്? തീർച്ചയായിട്ടും നമുക്കറിയാം, മുനമ്പം സമരം ഇടയ്ക്ക് വെച്ച് അവസാനിപ്പിച്ച് ഭൂസംരക്ഷണ സമിതി പിന്മാറിയിരുന്നു. അത് ഭൂമിയുടെ കരം അടയ്ക്കാനുള്ള അവകാശം, കുടിവയ്ക്കാനുള്ള അനുമതി ഉപാധികളോടെ ഹൈക്കോടതി ഉത്തരവിലൂടെ നൽകിയതിന് പിന്നാലെയാണ് അത് ആ സമരത്തിൽ നിന്ന് ഭൂസംരക്ഷണ സമിതി പിന്മാറിയത്. പക്ഷേ കേവലം കരമടയ്ക്കാനുള്ള അനുമതി മാത്രമല്ല വേണ്ടത്, ഭൂമിയുടെ സമ്പൂർണ്ണമായിട്ടുള്ള റവന്യൂ അവകാശങ്ങൾ ലഭിക്കും വരെ സമരത്തിൽ നിന്ന് പിന്മാറുന്നത് ഉചിതമല്ല എന്ന് കണ്ട് മുനമ്പം ജനത വീണ്ടും സമരം തുടരുകയാണ് ചെയ്തത്. ഭൂസംരക്ഷണ സമിതി സമരം അവസാനിപ്പിച്ചെങ്കിലും പിന്നീട് അവിടെ മറ്റൊരു സമരപന്തൽ കെട്ടിയാണ് സമരം തുടർന്നത്. അത്തരത്തിൽ സമരം ഇപ്പോൾ ഏതാണ്ട് 432 ദിവസങ്ങൾ പിന്നിട്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. ഈ 450-ാം ദിവസത്തോടനുബന്ധിച്ചാണ് കൂടുതൽ വ്യാപകമായിട്ടുള്ള സമരം കൂടുതൽ വ്യാപകമാക്കുന്ന തലത്തിലേക്ക് നീങ്ങാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. പ്രധാനമായും സംസ്ഥാനത്തെ വിവിധ രാഷ്ട്രീയ, സാംസ്കാരിക, സാമൂഹിക രംഗത്തെ പ്രമുഖരെ മുനമ്പത്തേക്ക് എത്തിച്ച് അവരുടെ അടിസ്ഥാന പ്രശ്നങ്ങളെ അഡ്രസ്സ് ചെയ്യുന്ന വിധത്തിൽ വലിയ രീതിയിലുള്ള സമര പരമ്പര ഇടവിട്ടുള്ള കൃത്യമായിട്ടുള്ള ഇടവേളകളിൽ പ്രമുഖരെ മുനമ്പത്തേക്ക് എത്തിച്ചുകൊണ്ടുള്ള ഒരു പ്രചാരണമാണ് മുനമ്പം ജനത ഉദ്ദേശിക്കുന്നത്. അത്തരത്തിലുള്ള ഒരു പ്രഖ്യാപനം അതുപോലെ തന്നെ പ്രവർത്തനങ്ങളും ഈ 450-ാം ദിവസത്തോടു കൂടി ഉണ്ടാകും. 500-ാം ദിവസത്തിൽ വലിയൊരു പദ്ധതിയായി തന്നെ അത്തരത്തിലുള്ള ഒരു പരിപാടികളിലേക്ക് സമരം കടുപ്പിക്കുന്ന നിലപാടിലേക്ക് നീങ്ങുമെന്നാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. തീർച്ചയായും മിഥുൻ, അത് തന്നെയാണ്. എന്തായാലും മുനമ്പം സമരം കടുപ്പിക്കാൻ ഒരുങ്ങുകയാണ് സമരസമിതി. ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് ഈ കോൺഗ്രസിന്റെയും CPM-ന്റെയും ആ ഒരു ഇരട്ടത്താപ്പ് തുറന്നു കാട്ടാൻ തന്നെയാണ് ശ്രമം.